കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ പറയോ? ഇടില്ല. വരുന്നു. ഗാർലിക്ക് ഓടരുത്. ഓടാൻ നിന്ന് ഞാൻ എറിഞ്ഞു വീഴും. എനിക്ക് എന്താണ് വേണ്ടേ? അടുത്തേക്ക് വരരുത്. അത് തന്നെ എനിക്ക് അങ്ങോട്ടും ചോദിക്കാനുള്ളത്. അതുകൊണ്ടല്ലേ അടുത്തേക്ക് വരരുതെന്ന് പറഞ്ഞത്. ഇത് കൈ, നീ എന്തേ കാണിക്കുന്നേ? നിന്നോട് ഞാൻ പറഞ്ഞത് കേട്ടില്ലല്ലോ. എടി കൈ വിടടി. ഫോൺ അടിക്കുന്നു, പ്ലീസ് ആ കൈ എന്ന് വിടെ. ഞാൻ ഈ ഫോണൊന്നും എടുക്കട്ടെ. ആമയാണല്ലോ. അവളെന്തിനാ നിന്നെ വിളിക്കുന്നത്? അതെടുത്താലല്ലേ അറിയുള്ളൂ. ഹലോ, എന്താ ആമി? ഋഷി, മായയുടെ ഞാൻ കാരണവ ഇങ്ങനെയൊക്കെ ആവൂന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതെന്ത് പറ്റിയതാ പെട്ടെന്ന് ഇങ്ങനെ വരാൻ? കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. അറിയില്ലേട്ടാ, ഞാൻ അവന്റെ കൂടെ അല്ലായിരുന്നു. പേടിക്കാനൊന്നുമില്ല, പെട്ടെന്നുള്ള ഷോക്കിൽ പറ്റിയതാണ്. ആളോക്കെയാണ് ഇപ്പം. ആള് സ്ഥിരമായിട്ട് കഴിക്കുന്ന വല്ല മെഡിസിനും കാണുന്നുണ്ടോ? അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ലിസിന്റെ കൊടുത്തിട്ടുണ്ട്. ഞാനന്ന് തന്റെ കയ്യിൽ തന്നത് അവന്റെ ഫയലാ. ഇത് ലിസയുടെ കേസായിരുന്നോ? അപ്പൊ താനും പാടോ? ഞങ്ങൾക്ക് അവനെ ഒന്ന് കാണാൻ പറ്റുമോ? ആൾക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല. വേണമെങ്കിൽ ഒരാൾക്ക് കയറി കാണാം. നീ കയറി കണ്ടോ? എന്റെ ചേട്ടന് ശരിക്കും എന്താ പ്രശ്നം? സിലിക്കോപ്പ് നോക്കുന്നുണ്ടെങ്കിൽ അത് കാട് കയറി ചിന്തിക്കണ്ട. നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. ഇത്രയും നടന്നിട്ട് ഒന്നുമില്ലെന്നോ? ഇത് ആമിയുടെ ലൈഫാണ്, എനിക്ക് അറിഞ്ഞേ പറ്റൂ. എന്റെ പൊന്നു പെണ്ണെ കാറാതെ. ഞാൻ കാറും, ഇനിയും കാറും. ഇല്ലെങ്കിൽ കാര്യം എന്താന്ന് പറ. നമുക്കേ കുറച്ചങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം, അതാവും നല്ലത്. മാഹി എന്റെ ഓൺ ബ്രദർ അല്ല. അച്ഛന് ചെറിയച്ഛൻ കൂടാതെ ഒരു അനിയത്തി കൂടി ഉണ്ടായിരുന്നു, യാമി മഹേശ്വർ. വീട്ടിലെ ആകെയുള്ള പെൺതരിയായത് കാരണം ആന്റിയുടെ ഒരാഗ്രഹത്തിനും ആരും എതിരെ നിന്നിട്ടില്ല. ആന്റിക്ക് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു, ദേവ്. അങ്കിളിന് ഫാമിലി എന്ന് പറയാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യം വീട്ടിലറിഞ്ഞപ്പം മുത്തശ്ശന് ഒഴികെ ബാക്കി എല്ലാവർക്കും ഓക്കെ ആയിരുന്നു. ആദ്യം വാശി പിടിച്ചു നിന്നെങ്കിലും പിന്നീട് മുത്തശ്ശൻ സംഭവിച്ചു. അങ്ങനെ അവരുടെ സ്നേഹത്തിന്റെ സാക്ഷിയായി മാഹിയുണ്ടായി. സത്യം പറയാലോ, മാഹിയോട് എനിക്ക് ശരിക്കും അസൂയായിരുന്നു. അങ്കിളിന്റെ ആന്റിന്റെ മകനായിട്ട് ഞാൻ ജനിച്ചില്ലെന്ന് ഓർത്ത്. അങ്കിളിന് ആന്റി മാഹിയും കഴിഞ്ഞിട്ട് വേറെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അവൻ എപ്പോഴും ഹാപ്പി ആയിരുന്നു. കൂടെയുള്ളവരെ ഹാപ്പിയാക്കാൻ തന്നെ അവൻ നോക്കും. ഞാൻ എൻ്റെ വീട്ടില് എൻ്റെ ഏട്ടൻ്റെ കൂടെ നിന്നതിലും കൂടുതൽ അവൻ്റെ കൂടെയാണ് നിന്നത്. എനിക്കതായിരുന്നു ഇഷ്ടം. എല്ലാം ഓക്കെ ആയിട്ട് തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ എന്തോ ദൈവത്തിന് അവരുടെ സന്തോഷം ഇഷ്ടമില്ലാന്ന് തോന്നുന്നു. അന്ന് വീട്ടില് ഒരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. എല്ലാവരും നേരത്തെ എത്താനാ മുത്തശ്ശൻ നിർബന്ധം പറഞ്ഞതാ. പക്ഷെ അങ്കിളിന് തിരക്ക് കാരണം ഇറങ്ങാൻ കുറച്ച് വൈകിപ്പോയി. അന്ന് നല്ല മഴയുണ്ടായിരുന്നു. എന്താ പറ്റിയതെന്നറിയില്ല. ഓപ്പോസിറ്റ് വന്ന ട്രക്ക് അവരുടെ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചു. അങ്കിള് സ്പോട്ടിൽ തന്നെ മരിച്ചു. ആന്റിക്ക് കുറച്ച് ജീവനുണ്ടായിരുന്നെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴേക്കും അന്നവന് 10 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അന്നുണ്ടായ ആക്സിഡന്റിന്റെ ഷോക്കിൽ അവൻ ഇപ്പോഴും റിക്കവർ ആവാൻ പറ്റിയിട്ടില്ല. പിന്നീടുള്ള 3 കൊല്ലത്തോളം അവൻ റൂമിൽ പുറത്തിറങ്ങിയിട്ടില്ല. ശരിയില്ല, കളിയില്ല, ഒരു പുതിയ മാഹി. എടോ,
നമുക്ക് വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അത് പറഞ്ഞറിയിക്കാനാവില്ല. അച്ഛനും അമ്മയ്ക്കും അവന്റെ കാര്യത്തിൽ പേടിയായിരുന്നു, അവനെന്തെങ്കിലും പറ്റുമെന്ന്. എങ്ങനെയൊക്കെയാണ് അവരവനെ ഓക്കെ ആക്കി കൊണ്ടുവന്നത്. തനിക്കറിയാവോ, എന്റെ അമ്മ ഇതുവരെ അമ്മാന്ന് വിളിച്ചിട്ടില്ല. അവന്റെ ഭാഗം വെച്ച് നോക്കുവാണെങ്കിൽ അവന്റെ അമ്മയായിട്ട് വേറൊരാളെ കാണാൻ അവന് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അമ്മ അവനെ ഞങ്ങൾ ഒരാളായിട്ടാണ് കണ്ടിട്ടുള്ളൂ. അതിനൊരു കുറവും ഇന്നവരമ്മ വരുത്തിയിട്ടില്ല. അമ്മ അവനെ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. അവന് ഏറ്റവും ഇഷ്ടമുള്ളത് നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഇനി എന്തിനോടെങ്കിലും ഒരു അറ്റാച്ച്മെന്റ് വെച്ചാൽ അത് നഷ്ടപ്പെടുമെന്ന് പേടിയാവന്. അത് തന്നെയാ ആമയുടെ കാര്യത്തിലും. മാഹിക്ക് ഒരിക്കലും പൂജേനെ ആമയുടെ സ്ഥാനത്ത് കാണാനാവില്ല. പൂജയുടെ കാര്യം അവൻ സമ്മതിച്ചു തന്നെ മുത്തച്ഛൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ്. അവന്റെ കാര്യത്തില് മുത്തച്ഛൻ കുറച്ച് സെൽഫിഷാണ്. അച്ഛനും അമ്മയും മരിച്ച ശേഷം അവനെ വളർത്തി വലുതാക്കിയവര് പറയുന്നതല്ലേ കേൾക്കണ്ടെന്ന് അവൻ പറയുന്നത്. അതുകൊണ്ട് മുത്തശ്ശനോട് അവൻ എതിര് പറയാത്തതാ. എതിര് പറഞ്ഞാല് ഇത്രയും നാൾ അവനെ നോക്കിയതിന് അവൻ ചതി കാണിക്കുമല്ലേന്ന്. അവനെ ഞാൻ ഒരുപാട് പറഞ്ഞു തിരുത്താൻ നോക്കിയതാ, പക്ഷെ നടന്നില്ല. അങ്ങനെയാണെങ്കിൽ അവൻ എന്റെ അച്ഛനമ്മയും പറയുന്നതാ കേൾക്കേണ്ടത്. അവരാണെങ്കിലോ അവന്റെ ഇഷ്ടത്തിനെതിരെ നിൽക്കുന്നതുമില്ല. കാർലിക്ക്, സപ്പോസ് നിന്നെ വളർത്തി വലുതാക്കിയത് ആമയുടെ പേരൻസ് ആണെന്ന് വിചാരിക്കാം. അപ്പോ അവര് പറയുന്നത് നീ കേക്കോ കേൾക്കാതിരിക്കുവോ? അത് തന്നെ അവനും വിചാരിക്കുന്നത്. അവന് ആക്സിഡന്റ് ഷോക്കിന്ന് ഇതുവരെ റിക്കവർ ആയിട്ടില്ല. പഴയ സിറ്റുവേഷൻ മനസ്സിലേക്ക് വന്നാലോ അല്ലെങ്കിൽ അവന് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് കൈവിട്ട് പോകുന്ന സിറ്റുവേഷൻ വന്നാലോ അവനെ കൺട്രോൾ ചെയ്യാൻ നല്ല പാടാം. പിന്നീട് അവൻ എന്താ പറയുന്നതിനോ ചെയ്യുന്നതിനോ അത് ഓപ്പോസിറ്റ് നിൽക്കുന്നയാളെ എങ്ങനെ ബാധിക്കുമെന്നും അറിയില്ല. ഇതെല്ലാം അവസാനിക്കണമെങ്കിൽ അവൻ തന്നെ വിചാരിക്കണം, അല്ലാതെ നടക്കില്ല. ഇത്രയൊക്കെണ്ടായിട്ടാണോ താൻ എന്നോട് ഇത് നേരത്തെ പറയുന്നത്? ഇതൊന്നും അറിയാതെയാണല്ലോ പാവന്റെ ആമി. ഇല്ല, എനിക്ക് അവരുടെ കാര്യത്തില് റിസ്ക് എടുക്കാൻ പറ്റില്ല. ഞാനിത് സമ്മതിക്കില്ല, അതും അറിയാത്ത ഒരാളുമായിട്ട്. ഹലോ ഹലോ, എന്റെ ഏട്ടന് വട്ടൊന്നുമില്ല. നീ ഇതെങ്ങോട്ടാ പറഞ്ഞു പോകുന്നത്? പിന്നെ അവന്റെ പ്രോബ്ലം അവനായിട്ട് കൺട്രോൾ ചെയ്ത മാറാവുന്നതേ ഉള്ളൂ എന്ന് ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതെല്ലാം ആമയ്ക്ക് നല്ല പോലെ അറിയാം. അവനെ ഇഷ്ടമെന്ന് പറഞ്ഞ് അന്ന് തന്നെ ഞാൻ ഇതെല്ലാം ആമയോട് പറഞ്ഞതാ. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷവും അവനോടുള്ള ഇഷ്ടത്തില് അവൾക്കൊരു മാറ്റവും വന്നിട്ടില്ല. അതെന്നോട് തീർത്ത് പറഞ്ഞതാണ്. നീ ചെന്ന് പറഞ്ഞാലും അതിലൊരു മാറ്റവും വരാൻ പോകുന്നില്ല. ഓ, സമാധാനം. അല്ല, ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം എന്തായി? കാർലിക്ക്, ഇങ്ങനൊന്നും പറയരുത്. നമ്മളെല്ലാവരും ഒരു വീട്ടിൽ കഴിയേണ്ടവരാണ്. എന്തൊക്കെയാടാ ഇവിടെ നടക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരാൾ വരുന്നു, ഒരാൾ പോകുന്നു. ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഏട്ടനാന്ന് പറഞ്ഞിട്ട് ഒരു ഉപകാരമില്ല. നിനക്ക് ഒട്ടും ബുദ്ധിയില്ല കേട്ടോ. കുരുട് വെയിറ്റ്, ഫുൾ ഡീറ്റെയിൽസും ഏട്ടത്തിൻ്റെ കൊടുത്തിട്ടുണ്ട്. അവിടെ ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. അപ്പോൾ രണ്ടും കൂടെ തല്ലി മേടിച്ചു തരുമെന്ന് ഉറപ്പായി. സോറി, എന്നെ വിട്ട് പോകല്ല പ്ലീസ്. ഐ നീഡ് യു. അമ്മ എന്നോട് കള്ളം പറഞ്ഞതല്ലേ? മാഹിയുടെ അസുഖം മാറിന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ കല്യാണത്തിന് സമ്മതിച്ചത്? മോളെ, ഞാൻ പറയുന്നതെന്നെ കേക്ക്. വേണ്ട, ഇനി എന്നോടൊന്നും പറയണ്ട.
അവളെന്തേലും പറഞ്ഞോ? അതിനെ നേരിൽ കണ്ടിട്ട് വേണ്ടേ? അതിനു മുമ്പേ ഓട്ടോ അല്ലേ? ഒരു കാര്യം ചെയ്യും, നാളെ സൺഡേ അല്ലേ, ഡോക്ടർ അവിടെയും കൂട്ടി ഒന്ന് പുറത്തു പോ. എങ്ങനെയുണ്ട്? ആ ഐഡിയ എല്ലാം കൊള്ളാം. പക്ഷേ ഇതും പറഞ്ഞ് ഞാൻ ചെന്നാല് അവൾ എന്നെ എടുത്തിട്ട് അറിയും. എന്തൊക്കെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങാൻ കിടക്കുന്നു ഡോക്ടറെ. അപ്പൊ ഇതെല്ലാം നിസ്സാരം. ഇതിവിടെ ഉണ്ടായിരുന്നു. ആന്റി, എന്താണ് ചെറുക്കട്ടാ? നീ നാളെ ഫ്രീ അല്ലേ? അതേലോ, ഫ്രീ ആണ്. എനിക്ക് നമുക്കൊന്ന് പുറത്തു പോവാം. എനിക്ക് നിന്നോട് കുറച്ചധികം സംസാരിക്കാനുണ്ട്. ഇപ്പഴാ ഓർത്തേ, ഞാൻ നാളെ ഫ്രീ അല്ല. അതെന്താ ഫ്രീ ആന്നിപ്പോ പറഞ്ഞിട്ട്? ഞാൻ ശങ്കറിനും നാളെ പുറത്തു പോകാൻ പ്ലാൻ ചെയ്തിരിക്കുവായിരുന്നു. അതപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ. അത് നേരത്തെ നീ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ആ, ഞാൻ ഓർക്കുന്നു, പറഞ്ഞായിരുന്നു, മറന്നുപോയി. അതെ അതെ, ഇവൻ വന്നിട്ട് ഒന്ന് പുറത്ത് പോകാൻ പോലും പറ്റില്ലായിരുന്നു. ഫുൾ പ്രശ്നങ്ങളല്ലായിരുന്നു. ഇപ്പഴെല്ലാം ഒന്ന് ശരിയായത് അല്ലേടാ? നീ വേടാ, നമുക്ക് പണിയുണ്ട്. ചെറിയ നീ നാളെ ഫ്രീയാണോ? അമ്മച്ചി രാവിലെ കുത്തി എഴുന്നേപ്പിച്ച് വിട്ടാല് പള്ളി പോണം, ഇല്ലെങ്കിൽ വേറെ പരിപാടിയൊന്നുമില്ല. എന്നാലേ ആ പോക്കങ്ങ് ക്യാൻസൽ ആക്കിയേക്ക്. നമുക്ക് വേറെ പണിയുണ്ട്. അവരെ രണ്ടിനെയും ഒന്നിച്ചു വിടാൻ അനുവദിച്ചുകൂടാ. എന്ന് വെച്ച് ഫോളോ ചെയ്യുന്നത് ഒരു ചെറ്റത്തരമല്ലേ? ആണ്, പക്ഷേ എനിക്കിതല്ലാതെ വേറെ വഴിയില്ല. എനിക്ക് അവനെ തീരെ വിശ്വാസമില്ല. അതുകൊണ്ട് നീ എൻ്റെ കൂടെ തന്നെ കാണണം. കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും എന്തിനും പുറകില്. അതെന്താ പുറകില്? അല്ല, വെള്ളം വന്നാല് ഡോക്ടർ അടികൊണ്ടോ? എനിക്ക് അടിവെള്ളം വയ്യാത്തോണ്ട. ശാപം. അപ്പോ നാളെ നമ്മുടെ പരിപാടി തുടങ്ങുവാണ്. ഒബ്ജക്റ്റിന്റെ മുന്നിൽ തന്നെയുണ്ട്. അതിനെ കണ്ടിട്ട് പൊട്ടാം. നമുക്കെന്നാ പോയാലോ? ഇതേ അവിടെ പോകുന്നു. വാ വാ വാ. ഇവൻ കുറച്ച് ഓവറല്ലേ? ഒരു കൊടിക്ക് ഇപ്പം മിണ്ടാണ്ടിരിക്കാനേ വഴിയുള്ളൂ. അവരിപ്പം മൂവി കയറും. നീ എങ്ങനെയെങ്കിലും അവനെ പുറത്തേ അടിക്കണം. ഞാനെങ്ങനെ? അതെല്ലാം നിന്റെ കഴിവ് പോലെ ഇരിക്കും. പോടാ. സോറി, ഞാൻ കണ്ടില്ലായിരുന്നു. സോറി ഡോക്ടറെ, തൽക്കാലം ഇവിടെ കിടക്ക്. അയ്യോ, ഇതാരാ പൂട്ടിയെ? അകത്താളുണ്ട്, കഥക് തുറക്ക്. നീ ഒറ്റയ്ക്കിരിക്കുന്നുണ്ടോ? അതാ വന്നത്. അത് പിന്നെ വന്നു കണ്ടു. അതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ല, നിന്റെ കൂടെ ഉണ്ടായിരുന്നത് എന്തേ? എന്തായാലും അവനിപ്പോ ഇവിടെ ഇല്ലല്ലോ. അവൻ വരുന്നവരെ ഞാൻ നിനക്ക് കമ്പനി തരാം. എനിക്കറിയാം, നീ വന്ന പണി നീ ചെയ്തോ. ഞാൻ ഡോക്ടറിന്റെ ബാത്റൂമിലിട്ട് പൂട്ടി. അത് കാരണം കുറെ നേരത്തേക്ക് ശല്യം കാണില്ല. ഓ, അത് വെറുതെ ആയിടാ. അവള് പോയെന്നോ? എങ്ങോട്ട്? ഇനി എന്ത് ചെയ്യും? മോനെ ചെറുക്കുട്ടാ, അവള് പഠിച്ച കോളേജിലെ പ്രിൻസിപ്പാളാടാ ഞാൻ. ഇതിനെങ്ങനെ വഴിക്കൊണ്ടുവരാന്ന് എനിക്കറിയാം. അവള് പഠിച്ച കോളേജിൽ തന്നെയാണല്ലോ ഞാനും പഠിച്ചേ. ആ സമയത്ത് ഒരു കളവനായിരുന്നല്ലോ പ്രിൻസിപ്പാള്.
അതിപ്പോ ഡോക്ടറെ, എന്റെ സഹോ, ഞാനൊരു അതിശയോക്തി പറഞ്ഞതാ.